ഹലോ ഗൈസ്, അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇതിൻ്റെ മീരക്കുട്ടിയാണേ. പിന്നെന്താ പറയുക, കുറച്ച് ദിവസം ഫുൾ ബിസിയായിരുന്നു ഗൈസ്. പോസ്റ്റ് ഓഫീസ് കാര്യങ്ങൾ. എന്താ മീരക്കുട്ടി വിക്രസ് അത് കറക്കി കൊടുത്തു ലച്ചിട്ട് നന്നായിട്ട് കണ്ട ഗൈസ്. സ്പിന്നറാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇത് പാവിക്കുട്ടൻ ശബരിമല പോയി വന്നപ്പോൾ ലച്ചിട്ടിക്ക് കൊണ്ടുവന്നതാണേ. അച്ഛമ്മ അപ്പുറത്ത് കൂടെ പോയിക്കോട്ടെ. ഒരു നീല മറ്റേ കൊണ്ടുവന്നേന്നല്ലോ കോൾ വന്നപ്പോൾ. പിന്നെന്താ പറയുക ഒരു കുട്ടി, ഞങ്ങളിപ്പോൾ ഇവിടെ ഇപ്പോൾ സമയം ഒരു 4:30 ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 4-5 ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലേ. ഭയങ്കര ബിസി ആയിരുന്നു ഗൈസ്. കുറച്ച് ദിവസം പോസ്റ്റ് വൈസ് ഉണ്ടായിരുന്നു. പിന്നെ വേറെ കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് 4-5 ദിവസമായി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നാളെ തൊട്ട് എന്തായാലും വീഡിയോ ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം നടക്കും എന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, മീരക്കുട്ടീൻ്റെ കയ്യിൽ കണ്ടെങ്കിൽ സ്പിന്നറാണ് ഇട്ടത്. പാവിക്കുട്ടം ശബരിമല പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണേ. കറക്കി കൊടുത്തന്നെ എന്നാലും കഴിച്ചതല്ലോ. ലച്ചുട്ടിയൊക്കെ നന്നായിട്ട് കറക്കും, പാവിക്കുട്ടനും കറക്കും. ചിറ്റിക്ക് അറിയില്ല, മണിക്കൂറുകളോളം കറക്കും. സെറ്റാണല്ലോ, കാണുന്നുണ്ടോ ഗൈസ്? അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇതൊരു ടിക്ടോക്കിൻ്റെ എന്താ പറയുക വൈറൽ സംഭവമാണ് ഇത്. അല്ല, എത്ര ഉണ്ടായിരുന്നു വ്യൂ? ഫോളോവേഴ്സ് 1K അല്ല, 1K അല്ല, 10K അല്ല ഗൈസ്, അല്ല 100K. സത്യം പറയാം, 10K കഴിഞ്ഞിട്ടുള്ളത്. 10K 10,000 അല്ലട്ടോ ഗൈസ്, ഇവക്ക് തെറ്റിയതാണ്. 10K ആണ്. പാൽക്കുട്ടിനോടൊക്കെ ചോദിച്ചറിയാം. ഞാൻ സ്ക്രീൻഷോട്ട് അടിപൊളിയായിട്ട് അഭിനയിക്കുക. എന്നിട്ട് ഇവള് സൂപ്പർ ചെയ്യുന്നു. അതിന്റെ വീഡിയോ ഉണ്ടോ? ടിക്ടോക്കിലെ നന്നായിട്ട് മീരക്കുട്ടിയും പിന്നെ അതുപോലെ അച്ചുറ്റി പോലെ എല്ലാവരും പിന്നെ പാൽക്കുട്ടിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് അഭിനയിക്കുക, അടിപൊളി തന്നെ. ആ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ ഷെയർ ചെയ്യണ്ട കേട്ടോ. പിന്നെ ഇപ്പം എന്താ പറയുക, നല്ല നല്ല വീഡിയോസ് അല്ല. ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ചെറുതായിട്ടൊരു വെറൈറ്റി വരുത്തണം എന്നൊക്കെ. പക്ഷെ അത് നടക്കില്ല ഗൈസ്. അതിനൊക്കെ നമുക്ക് നല്ലോണം പൈസ വേണം. പൈസ നിന്ന് കിട്ടൽ തുടങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ അങ്ങോട്ട് ഇറക്കാനുള്ള സിറ്റുവേഷൻ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയൊരു വെറൈറ്റി ഒന്നും അല്ലെങ്കിലും ചെറിയ വെറൈറ്റി ഒക്കെ ആയിട്ട് ഞങ്ങൾ എന്തായാലും വരാം കേട്ടോ. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഞാൻ വിചാരിച്ചു 4-5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നല്ല വെറൈറ്റി ഒക്കെ ആയിട്ട് വരണം എന്നുള്ളത്. പിന്നെ ഇപ്പോൾ എന്താ വിശേഷങ്ങൾ പറയാൻ, പിങ്കുവിൻ്റെ കുട്ടീനെ കൊണ്ട് അതാണ് ഒരു വിശേഷം. പിങ്കുവിനെയും കുട്ടീനെയും കൂടി ഞാൻ ചെറിയൊരു ഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പിന്നെന്താ പറയുക, അപ്പോൾ ഗൈസ് മീരക്കുട്ടി ഒരു അടിപൊളി മോട്ടിവേഷൻ സ്പീക്കറാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ മീരക്കുട്ടീൻ്റെ ഇതൊക്കെ പഠിക്കാനുണ്ട്. എനിക്കൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എന്താ പറയുക, നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അടിപൊളിയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കും. എന്തെങ്കിലും നമ്മളിപ്പോൾ ഒന്ന് ടെൻഷനൊക്കെ അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അതിന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞ് അതിൻ്റേതായ രീതിയിൽ പറഞ്ഞ് അവതരിപ്പിക്കാനൊക്കെ ആൾ അടിപൊളിയാണ്. ഒരുപാട് പഠിക്കാണ്ട് മീരക്കുട്ടീൻ്റെ എന്നൊക്കെ ഞാനൊക്കെ കുറേ പഠിച്ചിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഓളിരുത്തിക്കൊണ്ട് ഞാൻ പുകഴ്ത്തി പറയല കേട്ടോ. സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ട്രോള് അങ്ങനെയൊന്നും വരില്ലടി, ഇതുവരെ വന്നിട്ടില്ല, ഇനി വരില്ലാന്ന് വിചാരിക്കല്ലേ. അപ്പോൾ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്ങനെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഓളേതായ രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി ഈറ്റിംഗ് ചലഞ്ച്, അങ്ങനെ ഓരോ ഈറ്റിംഗ് ചലഞ്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ എന്തായാലും ഞങ്ങൾ മീരക്കുട്ടീനെ ഉൾപ്പെടുത്തിയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ ഗൈസ്. പിന്നെന്താ പറയുക, കുഞ്ഞു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. പറഞ്ഞോളൂ. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനലിൽ ഫസ്റ്റ് നന്നായിട്ട് വ്യൂ വന്നൊരു വീഡിയോ മീരക്കുട്ടി ചെയ്ത വീഡിയോ ആണ് കേട്ടോ. ഓർമ്മ ഉണ്ടോ? പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ മീരക്കുട്ടി സൗണ്ട് കൊടുത്തിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നിട്ട് അതിൽ നന്നായിട്ട് വ്യൂ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സും കൂടിയിട്ടുണ്ട് ചാനൽ തുടങ്ങിയ ടൈമിൽ. അപ്പോൾ അതിപ്പോൾ ഞാൻ ഓർക്കുകയാണ്. ടാറ്റ ബൈ പറഞ്ഞോളൂ. ടാറ്റ ബൈ ബൈ, സീ യു. ഉണ്ടെന്ന് ഷിക്കുടു പിങ്കു. ഞാനിപ്പോൾ പാലെടുക്കടി പിങ്കോ.
എൻ്റെ കുട്ടിക്ക് പാൽ കൊടുക്കണ്ട ഇട്ടു. കുട്ടുസേ കടിച്ചപ്പോൾ എന്തിനു പ്രായം കഴിഞ്ഞു മോളെ. ഞാൻ പൊന്തൂല കേട്ടോ.